നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് UAE. ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യുദ്ധമര്യാദകളുടെ ലംഘനം. ഗാസയിലെ അൽതബീൻ സ്കൂളിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് UAE. 12 പേരുടെ മരണത്തിനും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണം അംഗീകരിക്കാനാവില്ല. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ യുദ്ധമര്യാദകളുടെ ലംഘനമാണ്. അടിയന്തരമായി ദുരിതാശ്വാസം എത്തിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും UAE ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തകരുടെ വഴി തടയരുത്. കൂടുതൽ ജീവഹാനി ഉണ്ടാക്കുന്നത് തടയാൻ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. രാജ്യാന്തര കരാറുകളും രാജ്യാന്തര നിയമങ്ങളും ലംഘിക്കപ്പെടരുത്. ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം നിർത്തണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നോർക്ക് പ്രവാസികൾക്കായി സംഘടിപ്പിച്ച ലോൺ ക്യാമ്പിൽ 3.72 കോടിയുടെ വായ്പകൾക്ക് ശുപാർശ. തിരുവനന്തപുരം ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ബിസിനസ് ലോൺ ക്യാമ്പിൽ 3.72 കോടിയുടെ വായ്പകൾക്ക് ശുപാർശ. പാളയം ഹസൻ മരക്കാർ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 117 പ്രവാസി സംരംഭകരാണ് പങ്കെടുത്തത്. ഇവരിൽ 60 പേരുടെ പദ്ധതികൾക്കാണ് വായ്പകൾ ലഭ്യമാക്കുക. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടയർമെന്റ് എമിഗ്രൻസ് അഥവാ NTPREM പദ്ധതി പ്രകാരമായിരുന്നു ക്യാമ്പ്. ഫോർ ദി വേൾഡ് ദുബായ് എയർപോർട്ടിൽ കൊറിയൻ അതിഥിയെ സ്വാഗതം ചെയ്തു. മുൻനിര ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നതിനായി ദുബായ് GDRFA ആരംഭിച്ച ഫോർ ദി വേൾഡ് പദ്ധതിയുടെ ഭാഗമായി കൊറിയൻ നിന്നുള്ള അതിഥിയെ ദുബായ് എയർപോർട്ടിൽ സ്വാഗതം ചെയ്തു. കൊറിയൻ സംസ്കാരവും ആതിഥ്യ മര്യാദ രീതികളും പരിചയപ്പെടുത്താനെത്തിയ ഇള എന്ന യുവതിയെയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിലെ ദുബായ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ ഊഷ്മളമായി സ്വീകരിച്ചത്. ദുബായിലുള്ള കരനാവിക വ്യോമ അതിർത്തികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വിവിധ രാജ്യങ്ങളുടെ സംസ്കാരവും ആചാരങ്ങളും മനസ്സിലാക്കി കൊടുക്കാനായി കഴിഞ്ഞ ദിവസമാണ് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഫോർ ദി വേൾഡ് എന്ന സംരംഭം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ അബുദാബി. നംബിയോ വെബ്സൈറ്റ് നൽകുന്ന ക്രൈം ആൻഡ് സേഫ്റ്റി ഇൻഡെക്സ് അനുസരിച്ചാണ് അബുദാബി ആഗോളതലത്തിൽ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സുരക്ഷാ സൂചികയിൽ 88.2 പോയിന്റുമായി ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ അബുദാബി കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സ്കോറാണ് നേടിയിരിക്കുന്നത്. 11.8 പോയിന്റുമായി ദുബായ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്താണ്. 2024 ഇക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലെവലബിലിറ്റി സൂചിക പ്രകാരം അബുദാബിയും ദുബായും മിഡിൽ ഈസ്റ്റിലെ മികച്ച താമസയോഗ്യമായ നഗരങ്ങളായി തുടരുകയും ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും അവരുടെ സ്കോറുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആകാശത്ത് വെച്ച് വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമം. മലയാളിക്കെതിരെ കേസ്. ദമാമിൽ നിന്നും കണ്ണൂർ ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് വരികയായിരുന്നു വിമാനം. വിമാനത്തിന്റെ പുറകിലെ എക്സിറ്റ് വാതിലിന്റെ അടുത്താണ് ഇദ്ദേഹം ഇരുന്നിരുന്നത്. ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. യുവാവിന്റെ പ്രവൃത്തി വിമാനത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിയെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിനിധിയുടെ പരാതി. പിന്നീട് വിമാനം ലാൻഡ് ചെയ്ത് ഇയാളെ സ്റ്റേഷനിൽ ഹാജരാക്കി. ഇയാൾ എന്തിനാണ് വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചത് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. കറണ്ടിലും പെട്രോളിലും ഓടുന്ന കാർ ഇന്ത്യൻ വിപണിയിൽ. ഇന്ത്യൻ ഉറുസ് SE ഇന്ത്യൻ വിപണിയിലെത്തിച്ച് ലംബോർഗിനി. ബ്രാൻഡിന്റെ ഇന്ത്യയിലെ 2ാമത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ് ഈ പെർഫോമൻസ് SUV. 4.57 കോടി രൂപ എക്സ് ഷോറൂം വിലയാണ് ഉറൂസ് SE ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉറൂസ് പെർഫോമിന്റെ S വേർഷനുകൾക്കൊപ്പമാണ് പുതിയ SE വേരിയന്റ് ചേരുന്നത്. പുതിയ പവർ ട്രെയിനിനു പുറമെ ടെക് ഫീച്ചർ അപ്ഗ്രേഡുകൾക്കൊപ്പം പുതിയ എക്സ്റ്റീരിയർ ഇന്റീരിയർ സ്റ്റൈലിംഗും ഉറൂസ് SEക്ക് ലഭിക്കുന്നു. എന്നിരുന്നാലും SUVയുടെ അടിസ്ഥാന സിലൗട്ട് ലംബോർഗിനി ഉറൂസ് ലൈനപ്പിന് സമാനമാണ്. പ്രമുഖ ഇറ്റാലിയൻ ബ്രാൻഡായ ലംബോർഗിനിയുടെ ആദ്യത്തെ SUVയാണ് ഉറൂസ്. ലോകത്ത് ജനപ്രിയമായ ഈ ബോഡി ടൈപ്പിൽ ഒരു വാഹനം ഉറപ്പാക്കാൻ കമ്പനി ആദ്യം മടിച്ചുവെങ്കിലും ഉറൂസ് അവർക്ക് ലോട്ടറിയായി. ഇന്ന് ഇന്ത്യയിലടക്കം ചൂടപ്പം പോലെയാണ് ഉറൂസ് വിറ്റുപോകുന്നത്. സെലിബ്രിറ്റികളുടെയും പണക്കാരുടെയും പ്രിയപ്പെട്ട SUVകളിൽ ഒന്നായി ഉറൂസ് പേരെടുത്തു. ഗൾഫിലുണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി ഉൾപ്പെടെ 4 പേർ മരിച്ചു. സൗദിയിലെ അൽബാഹ തായ്ഫ് റോഡിലാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയായ ജോയൽ തോമസും ഉത്തർപ്രദേശ്, സുഡാൻ, ബംഗ്ലാദേശ് സ്വദേശികളായ മറ്റു 3 പേരുമാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽപ്പെട്ടവരെല്ലാം ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരാണ്. ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ്
അപകടം. ഇവർ സഞ്ചരിച്ച ട്രക്ക് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് തീ പിടിക്കുകയായിരുന്നു. മൃതദേഹങ്ങൾ അൽബഹാർ ആശുപത്രി മോർച്ചറിയിൽ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.